പ്രിയമുള്ളവരെ, ഭാഷാ കൈരളി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അടിസ്ഥാന പാഠാവലി 10ാം തരത്തിലെ 1ാമത്തെ യൂണിറ്റായ അരങ്ങും പൊരുളും എന്ന ഭാഗത്ത് 3 പാഠങ്ങളാണുള്ളത്. ചിത്രകാരി, കൽബിലെ നിലാവ് എന്നീ 2 പാഠങ്ങളും ഇതിനകം നമ്മൾ എടുത്തു കഴിഞ്ഞു. മനോഹരമായിട്ടുള്ള ഒരു കഥയായിരുന്നു ചിത്രകാരി. അതുപോലെ തന്നെ കൽബിലെ നിലാവ് നമുക്കറിയാം, ഒരു നാടകഗാനവും ആണ്. ചിത്രകാരി അതുപോലെ തന്നെ കൽബിലെ നിലാവ് എന്ന 2 പാഠവും നമുക്ക് 2 വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകിയിരിക്കുന്നത്. ചിത്രകാരി എന്ന ആ കഥയിലെ ഫിസ എന്ന പെൺകുട്ടിയുടെ കലാകാരിയുടെ മാനസിക ദുഃഖവും പിരിമുറുക്കവും, അവിടെ കലാജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ അവസാനിക്കുന്ന ആ കഥ നൽകുന്ന മാനസിക നൊമ്പരം, അതുപോലെ തന്നെ കൽബിലെ നിലാവ് എന്ന കെ ടി മുഹമ്മദിൻ്റെ ഗാന നാടക രചനയിലെ നായകൻ സൗന്ദര്യത്തെ, തൻ്റെ നായികയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന മനസ്സിലുണ്ടാക്കുന്ന ആ ആഹ്ലാദ അനുഭവങ്ങൾ, ഇത് രണ്ടും 2 വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ആസ്വദിച്ചത്. തുടർന്ന് വരുന്നത് ഒരു നാടകമാണ്. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്നാണ് നാടകത്തിൻ്റെ പേര്. ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ നാടകമാണ്. കൂട്ടുകാരെ, നാടകങ്ങളിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ യുവജനോത്സവങ്ങൾ മറ്റൊക്കെ അഭിനയിക്കുകയും അതുപോലെ തന്നെ കാണുകയും ചെയ്തവരാണ്. നാടകം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നാടകം എന്ന് പറയുന്നത് സംഘർഷങ്ങൾ നിറഞ്ഞ മനുഷ്യ ജീവിതങ്ങളുടെ ആവിഷ്കാരമാണ്. അതിദ്രുതം വളർന്നു വികസിക്കുന്ന ഇതിവൃത്തമായിരിക്കും. അതുപോലെ തന്നെ മാനസികവും സാമൂഹികവുമായ ജീവിത സംഘർഷം നാടകത്തിലുണ്ടാവും. അതിലെ പരിവർത്തനം ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളുടെ ആന്തരിക ഭാവങ്ങൾ ആവിഷ്കരിക്കുന്ന സംഭാഷണങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് നാടകത്തിൻ്റെ ജീവൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സവിശേഷത ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു നാടകമാണ് പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. നമുക്കറിയാം, ഡോക്ടർ വയല വാസുദേവൻ പിള്ളയാണ് ഈ നാടകം രചിച്ചിരിക്കുന്നത്. ഡോക്ടർ വയല വാസുദേവൻ പിള്ളയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. നമുക്കതിലേക്ക് കടക്കാം. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിലാണ് ജനിച്ചത്. മലയാള നാടകവേദിയിലെ മുതിർന്ന നാടക സാഹിത്യകാരനും നിരൂപകനും നാടക പരിശീലകനുമാണ് ഇദ്ദേഹം. 1888-89 അമേരിക്കയിൽ സംഘടിപ്പിച്ച നാടക കലാകാരന്മാരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഭാരതത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. 1949 ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് നേടി. അമേരിക്കയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഷെക്നറുടെ നേതൃത്വത്തിൽ നവീന നാടകകലയിൽ ഗവേഷണം നടത്തി. തിരുവനന്തപുരത്തെ സുവർണ രേഖയുടെ ഡയറക്ടറായി നാടകാവതരണങ്ങളും ശില്പശാലകളും സംഘടിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ തുളസീവനം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അഗ്നി, നാലപ്പാടൻ അവാർഡ് നേടിയ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം, വിശ്വദർശനം, കുഞ്ഞിച്ചിറകുകൾ, വരവേൽപ്പ്, കുചേലഗാഥ തുടങ്ങിയ നാടകങ്ങളും സൂത്രധാര, ഇതിലെ എന്ന നാടക പഠന ഗ്രന്ഥവുമാണ് പ്രധാന കൃതികൾ. അദ്ദേഹം 2011 നമ്മോട് വിട പറഞ്ഞു. നാടകരംഗത്ത് നൂതനങ്ങളായ വഴിത്തിരിവുകൾ സൃഷ്ടിച്ച നാടകാചാര്യരാണ് ഡോക്ടർ വയല വാസുദേവൻ പിള്ള. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്നത് കൂടുതൽ പാഠഭാഗത്തേക്ക് അല്ലെങ്കിൽ നാടകത്തിലേക്ക് വരുന്നതിന് മുമ്പിട്ട് നമുക്ക് പാഠത്തിന് തൊട്ടു മുമ്പ് ഒരു വാക്യം കാണാം. എന്താണ് വാക്യം? വസന്തത്തിൽ കൊഴിച്ചിട്ട സ്വപ്നങ്ങൾ മുളച്ചു പൊന്തുന്ന മണ്ണിലേക്ക് പക്ഷികൾ പറന്നു വരുന്നു. വസന്തകാലത്തെക്കുറിച്ച് ഒരുപാട് കവികൾ പാടിയിട്ടുണ്ടല്ലേ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജോൺ കീറ്റ്സ് ദ ഹ്യൂമൻ സീസണുകൾ എന്ന കവിതയിലെ വ്യക്തമായി പറയുന്നത്. ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റാണ്, കവിയാണ് ജോൺ കീറ്റ്സ്. ദ ഹ്യൂമൻ സീസണുകൾ എന്ന കവിതയിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞത് വർഷത്തിൻ്റെ അളവ് 4 ഋതുക്കൾ നിറഞ്ഞിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കവിത ആരംഭിക്കുന്ന അങ്ങനെയാണ്. കാലത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തെ അടയാളപ്പെടുത്തുന്നതാണ് മനുഷ്യ മനസ്സെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വസന്തം യുവത്വത്തിൻ്റെയും ഭാവനയുടെയും ഋതുവാണ്. അവിടെ മനസ്സ് എളുപ്പത്തിൽ സൗന്ദര്യം സ്വീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കാലത്തെക്കുറിച്ചും പറയുമ്പോൾ വസന്തത്തെക്കുറിച്ച് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാനും സൗന്ദര്യം അല്ലെങ്കിൽ പ്രതീക്ഷകളെയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു കഴിവിനെയാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ഇതിനെ ഈ വാക്യം നൽകുന്ന ആശയതലങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നത് അല്ലേ.
വസന്തം പ്രകൃതിയിലും മനസ്സിലും സൗന്ദര്യ സമ്പന്നത കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളും അതിരറ്റ ആഹ്ലാദ അനുഭൂതികളും നിറയ്ക്കാൻ വസന്തത്തിന് കഴിയുന്നത്. ഇത് പുതിയ സ്വപ്നങ്ങൾക്ക് കാരണമാകുന്നു. ഋതുമാറിയാലും വളരുന്ന സ്വപ്നങ്ങൾ പൂവണിയുന്ന മണ്ണാണ് മനസ്സ്. സ്വപ്നങ്ങൾ പൂക്കുന്ന മനസ്സിലേക്ക് പ്രത്യാശകളും ആശയങ്ങളും പക്ഷികളെപ്പോലെ പറന്നു വന്ന് ചേക്കേറുന്നു. പക്ഷികൾ ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെയും മാനവികതയുടെയും പ്രതീകങ്ങളാകുന്നു. ഇതാണ് ആ വാക്യം നൽകുന്ന അർത്ഥതലങ്ങൾ. നാടകത്തിലേക്ക് വിരൽ ചൂണ്ടാൻ ഈ വാക്യങ്ങൾ വളരെ സഹായിക്കുന്നു. നമുക്ക് നാടകത്തിലേക്ക് പ്രവേശിക്കാം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും ചൂഷണത്തെയും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു നാടകമാണത്. വഴിയരികിലെ ഒരു വലിയ അരയാൽ മരവും അതിൽ വസിക്കുന്ന ഒരു കൂട്ടം വെളുത്ത പക്ഷികളുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. പ്രകൃതി നശീകരണത്തിനിടയിലും പച്ചപ്പ് നഷ്ടപ്പെട്ടു പോകാതെ വഴിവക്കിൽ നിലകൊള്ളുന്ന ഒരു അരയാൽ ചുവടാണ് നാടക പശ്ചാത്തലം. നിബിഡമായ വനം, വെട്ടിത്തെളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും വെളുത്ത പൂക്കളും ഈ പശ്ചാത്തലത്തെ അടയാളപ്പെടുത്തുന്നു. നാശത്തിനിടയിലും അവസാനിക്കാത്ത നന്മയുടെയും പ്രതീക്ഷയുടെയും പൂക്കൾ വിരിയുന്നുണ്ട്. അന്ധനായ പക്ഷിശാസ്ത്രക്കാരനും പക്ഷിവേഷക്കാരായ 11 കിളികളും പാടത്തിനുടമയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. തൻ്റെ ചിറകിനുള്ളിൽ കഴിഞ്ഞവരിൽ ഒരുവനെ കാണാതെ പോയതിൻ്റെ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ എന്ന വിഷാദപൂർണമായ സംഭാഷണത്തിൽ നിന്നാണ് നാടകത്തിൻ്റെ പ്രമേയം വളർന്നു വികസിക്കുന്നത്. നാടകം നോക്കൂ. വഴിവെക്കിലെ അരയാൽ ചൂടാണ് സ്ഥലം. പുറകിൽ നിബിഡമായിരുന്ന വനം, വെട്ടിത്തെളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ചുറ്റും വെളുത്ത പൂക്കൾ. വിശാലമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരത്തിൻ്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികൾ. പക്ഷിവേഷക്കാർ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും കഴിയുന്നു. ചിലപ്പോൾ കൊക്കുരുമമ്മോ. പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു. അന്ധൻ, തേജസ്സാർന്ന മുഖം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വെളുത്ത പൂക്കൾ അല്ലേ? വനം വെട്ടിത്തെളിച്ചു, അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. പക്ഷേ ഈ വെളുത്ത പൂക്കൾ അവിടെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? വെളുത്തത് പരിശുദ്ധിയുടെയും അല്ലെങ്കിൽ എന്താണ് നന്മയുടെയൊക്കെ പ്രതീകമായിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ വെളുത്ത പൂക്കളുണ്ട്, വെളുത്ത പക്ഷിയുണ്ട്, പക്ഷിവേഷക്കാർ. എന്താണ് പക്ഷിവേഷക്കാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിലെ നാടകത്തിലെ മനുഷ്യരാണ് പക്ഷിവേഷം ധരിച്ചിരിക്കുന്നത്. അവരും എന്താണ് നന്മയുടെ അല്ലെങ്കിൽ പരിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ മറ്റൊന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു. അന്ധനാണ്, കണ്ണ് കാണുന്നില്ല. തേജസ്സാർന്ന് മുഖം എന്ന് പറയുമ്പോൾ എന്താണ്? മുഖത്ത് ഒരു വെളിച്ചമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ശാസ്ത്രക്കാരൻ കണ്ണ് കാണില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം എന്താണ്? തേജസ്, അല്ലെങ്കിൽ മുഖത്ത് വെളിച്ചമുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? മനസ്സിൻ്റെ അല്ലേ? മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് പറയുക. അപ്പോൾ മനസ്സിൻ്റെ ആ നന്മ മുഖത്തു കാണാമെന്നാണ് പറയുന്നത്. പക്ഷിശാസ്ത്രക്കാരൻ പറയുകയാണതാണ്, കൂട്ടം തെറ്റിപ്പോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ. പക്ഷെ ഇവിടെ ഒരു കൂട്ടം തെറ്റിയിട്ടുണ്ട്. അവരെ കൂട്ടത്തിൽ നിന്നും ഒരു കിളി പുറത്ത് പോയിട്ടുണ്ട്. ആ കിളി വരാത്തതിൽ ദുഃഖിക്കുകയാണ് പക്ഷിശാസ്ത്രക്കാരൻ. അപ്പോൾ ഒരു കിളി പറയാണ്, പിണങ്ങിപ്പിരിഞ്ഞ് സ്വയം ചിറക് അറുത്തെറിഞ്ഞ് ഓടിപ്പോയതല്ലേ, എന്തെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല. അപ്പോൾ പറയാണ്, പിണങ്ങിപ്പോയതാണ് ആ കിളി, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ പക്ഷിശാസ്ത്രജ്ഞൻ പറയാണ്, പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു, അന്ധത ഏറി വരും തോറും അകത്തു പ്രകാശം. അപ്പോൾ ഇവരുടെ പക്ഷിശാസ്ത്രക്കാരൻ്റെ അന്ധത കണ്ണ് കാണുന്നില്ലെങ്കിലും പ്രായം കൂടുന്തോറും എന്താണ് എന്താ കൂടി വരുന്നുള്ളൂ? അകത്ത് മനസ്സിന് കൂടുതൽ അല്ലേ പ്രകാശം ഉണ്ടെന്ന് പറയുമ്പോൾ മനസ്സിന് അറിവ് കൂടുതൽ ഉണ്ടായി വരികയാണ്. അപ്പോൾ നമുക്ക് അനുഭവങ്ങളാണ് പ്രായം കൂടുന്തോറും കൂടുതൽ ആ അറിവ് ഉൾക്കാഴ്ച നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ മാത്രമല്ല ഈ പക്ഷിശാസ്ത്രക്കാരനെ ഭാവി പ്രവചിക്കാനും സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യം പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറയാണ്, അന്ധത എൻ്റെ കണ്ണ് കാണാത്ത കണ്ണ് കാഴ്ച കുറവാണെങ്കിൽ പോലും അത് കൂടി വരികയാണ് പ്രായം തോറും. അതിന് കണ്ണിന് കാഴ്ച ഇല്ലായ്മ. പക്ഷേ പ്രകാശം, അറിവ്, എൻ്റെ മനസ്സിലെ ഉൾക്കാഴ്ച ഇതൊക്കെ കൂടി വരുന്നതെന്നാണ് പറയുന്നത്. ആ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റ് കിളികൾ പറയുകയാണ്, എന്താ പറയുന്നത്? അങ്ങയുടെ പ്രവചനം തെറ്റാറുമില്ലല്ലോ. അപ്പോൾ ഇതുവരെയും അങ്ങയുടെ പ്രവചനം തെറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രവചിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് മുൻകൂട്ടി വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാനുള്ള കഴിവാണ് പ്രവചനം. അത് ഇതുവരെ തെറ്റിയിട്ടില്ല. അപ്പോൾ പക്ഷിശാസ്ത്രം പറയാണ്, അവൻ വരും, എന്നെങ്കിലും എൻ്റെ അന്ത്യം കാണാനെങ്കിലും. കിളികളെല്ലാം ഉത്തരമെന്നോണം ചിലയ്ക്കുന്നു.
കതിർക്കുല കൊത്തി നുണയ്ക്കാഞ്ഞ് നിങ്ങളെല്ലാം തളർന്നു അല്ലേ? ഭക്ഷണം കഴിക്കാതെ തളർന്നിരിക്കുകയാണ്. നെൽക്കതിരിൻ്റെ കുലകൾ കൊത്തി തിന്നാൻ വരെ കിട്ടുന്നില്ല. ഞാനും തളർന്നു. ഇന്നലെ നമ്മൾ ഒത്തിരി നേരം പറന്നില്ലേ, ഓർമ്മയിൽ ആഹ്ലാദിച്ച്. പക്ഷേ ആ ഓർമ്മ ഒരു ആഹ്ലാദം നൽകുന്ന, സന്തോഷം നൽകുന്ന ഓർമ്മ കൂടിയാണ്. എന്താണ്, ഇവിടെയെല്ലാം പോയി ആ തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്തിലെ വെള്ളം ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി തെളിനീർ തടാകത്തിലെ കുളി, തെളിനീർ വെള്ളം അല്ലേ, ശുദ്ധമായ ആ തടാകത്തിൽ നമ്മൾ കുളിച്ചു. കിളിക്കലെല്ലാം തത്തി അയാൾക്കടുത്ത് തെത്തുന്നു. ദൂരെയുള്ള പക്ഷികളൊക്കെ അടുത്ത് വരികയാണ് അദ്ദേഹത്തിന്. ആഹ്ലാദപൂർവ്വം ചിറകു വിടർത്തിയാടി ചുറ്റും ഒതുങ്ങിയിരിക്കുന്നു. സാഗരങ്ങൾ 7 കടന്ന് അല്ലേ, 7 കടൽ കടന്ന്. എന്നിട്ടും കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ലല്ലോ. എന്തിനാണ് ഇവർ പോയത്? തങ്ങളുടെ നിന്നും കൂട്ടം തെറ്റിപ്പോയ കിളിയെ കാണാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും നടന്ന് പറന്ന് തെണ്ടികളുടെ പറുദീസയിൽ ഉറങ്ങി. തെണ്ടികളുടെ പറുദീസ എന്ന് പറയുന്ന ഒരു വിരോധാഭാസമാണ് കേട്ടോ. തെണ്ടികൾ സ്വർഗമെന്ന് പറയുന്നതാണ്. അപ്പോൾ അത്രക്കും പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. തെണ്ടി നടക്കുന്നവരാണ്. അവർക്ക് വീടില്ല, ഭക്ഷണമില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും പോയാൽ അവർക്ക് ഭക്ഷണം കിട്ടും. അങ്ങനെയുള്ള ഒരു സ്വർഗത്തിലെത്തി എന്ന് പറയുമ്പോൾ അതൊരു വിരോധാഭാസമാണ് അല്ലേ. നേരെ അതിൻ്റെ വിപരീതാർത്ഥമാണ് കാണേണ്ടത്. അപ്പോൾ അത്രയ്ക്കും പ്രയാസപ്പെടുന്ന ആൾക്കാരുടെ ഒരു കൂട്ടമുള്ള സ്ഥലത്ത് അവരെത്തിയത്. പട്ടിണിക്കാരൻ്റെ അത്താഴമുണ്ടു. നമ്മളെ പട്ടിണിക്കാരുടെ വീട്ടിൽ പോയിട്ട് രാത്രി ഭക്ഷണം കഴിച്ചു. ഒഴിഞ്ഞ പാത്രത്തിലൊരു ചീരയില. അത് ശ്രദ്ധിക്കണം. അതൊരു മഹാഭാരതത്തിലെ ഒരു സന്ദർഭമായിട്ട് ബന്ധപ്പെട്ടതാണ്. മഹാഭാരതത്തിൽ വനപർവ്വത്തിലുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം, പഞ്ചപാണ്ഡവന്മാർ കാട്ടിലേക്ക് പോകുന്നുണ്ട് അല്ലേ, അജ്ഞാതവാസത്തിന് കാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരെ ദുര്യോധനൻ കൂടിയിട്ടാണ് ചതിച്ചുകൊണ്ട് കാട്ടിലേക്ക് അയക്കുകയാണ്. അങ്ങനെ കാട്ടിൽ അവർ സുഖമായി കഴിയുന്ന അവസരത്തിൽ ഇതാർക്ക് സഹിക്കുന്നില്ല? ദുര്യോധനന് സഹിക്കുന്നില്ല. അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് ദുർവാസാവു മഹർഷിയെ ഈ പാണ്ഡവരുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. അത് കൂടുതൽ പറയാൻ സമയമില്ല, അതുകൊണ്ടാണ് അയക്കുന്നതെന്ന് പറയാം കേട്ടോ. അതിൻ്റെ പിന്നിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദുർവാസാവ് മഹർഷി പാണ്ഡവരുടെ അടുത്തെത്തിയാൽ ദുർവാസാവ് മഹർഷി പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവർ എന്തെങ്കിലും ഒരു ശാപം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള തന്ത്രമാണ് ദുര്യോധനൻ പ്രതീക്ഷിച്ചത്. അങ്ങനെ സംഭവിച്ചാൽ അവർ അവിടെ ഒരു അക്ഷയപാത്രമുണ്ട്. ഈ അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ എത്ര ഭക്ഷണം കഴിച്ചാലും അത് തീരില്ല. പാണ്ഡവന്മാർക്ക് അവർ കാട്ടിൽ കഴിയുന്ന സമയത്ത് ഭക്ഷണത്തിനായി പ്രയാസപ്പെട്ടപ്പോൾ യുധിഷ്ഠിരൻ ദൗമ്യൻ്റെ ഉപദേശപ്രകാരം സൂര്യദേവനെ കഠിനമായ തപസ്സിലൂടെ നേടിയെടുത്തൊരു പാത്രമാണ് അക്ഷയപാത്രം എന്ന് പറയുന്നത്. ആ പാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ അവരുടെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലി ഊണ് കഴിയുന്നത് വരെ 4 വിഭവങ്ങൾ കൂടിയിട്ടുള്ള ഭക്ഷണം അതിലുണ്ടാവുമെന്നാണ് പറഞ്ഞത്. എത്ര ബ്രാഹ്മണരെയും അതുകൊണ്ട് സൽക്കരിക്കാം. 12 വർഷം വരെ അതിലുണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവസാനം പാഞ്ചാലി കഴിച്ചാൽ അതിനുശേഷം അതിൽ ഭക്ഷണം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കഥ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കാമ്യവനം എന്ന് പറയുന്ന വനത്തിലാണ് ദുർവാസാവ് മഹർഷിയും ശിഷ്യന്മാരും യുധിഷ്ഠിരൻ്റെ അടുത്തെത്തിയത്. അപ്പോൾ അതിഥികൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് പാഞ്ചാലിയും ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ ദുര്യോധനൻ്റെ ദുശ്ചിന്തകളൊന്നും മഹർഷി ആലോചിച്ചിരുന്നില്ല. മഹർഷിക്കറിയില്ല ദുര്യോധനൻ ഇങ്ങനെ ഒരു ചതിയുണ്ടെന്നൊന്നും. ദുർവാസ മഹർഷി അറിയില്ല. അങ്ങനെ അദ്ദേഹം എത്തിയപ്പോൾ 1000 ശിഷ്യന്മാർ ദുർവാസമാണ് അവിടെ ചെന്നത്. അപ്പോൾ എല്ലാവരും കൂടി എത്തിയപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനില്ല. ആകെ പാഞ്ചാലി പ്രയാസപ്പെടുന്ന സമയത്ത് അവരോട് കുളിച്ച് വരാൻ പോയി പറഞ്ഞു, നദിയിൽ പോയി കുളിച്ച് വരാൻ പോയി പറഞ്ഞു യുധിഷ്ഠിരൻ. അങ്ങനെ ആ സമയത്ത് ദ്രൗപദി ആകെ ദുഃഖിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യുക? ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഈ ദുർവാസമാർ ശപിക്കുമല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് ശ്രീകൃഷ്ണനെ അവൾ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എന്നെ രക്ഷിക്കണേ അല്ലേ, ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുകയും ശ്രീകൃഷ്ണൻ അങ്ങോട്ടൊരു കാര്യം പറയുകയാണ് പാഞ്ചാലിയോട്. പാഞ്ചാലി, വിശന്നു വലഞ്ഞാണ് ഞാൻ വരുന്നത്, ആദ്യം എനിക്ക് കഴിക്കുവാൻ വലുതും തരിക, എന്നാൽ നിനക്കെല്ലാം സാധിക്കും. പാഞ്ചാലി പറഞ്ഞു, ഭഗവാനെ അക്ഷയപാത്രത്തിൽ എൻ്റെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവുകയില്ല. ഇന്ന് എൻ്റെ ഊണ് കഴിഞ്ഞുവല്ലോ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 10,000 ശിഷ്യന്മാർക്കും ദുർവാസാ മഹർഷിക്കും ഇപ്പോൾ ഭക്ഷണം കൊടുക്കണം, അങ്ങയുടെ അനുഗ്രഹം മാത്രമേ അതിനൊരു മാർഗമുള്ളൂ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, പാഞ്ചാലി, നേരം പോക്ക് പറയേണ്ട ആ സമയമല്ല ഇത്, എനിക്ക് വല്ലാതെ വിശക്കുന്നു, നീ പോയി അക്ഷയപാത്രം കൊണ്ടുവന്ന് കാണിക്കൂ, ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ വിശപ്പ് അടക്കുവാനുള്ളത് അതിലുണ്ടാകും. അങ്ങനെ ദ്രൗപദി സങ്കോചത്തോടുകൂടി അക്ഷയപാത്രം കൊണ്ടുവന്നു കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ചു. കൃഷ്ണൻ ആ പാത്രം എടുത്ത് അതിൻ്റെ വക്കിൽ പറ്റിയിരുന്ന ഒരു ചീരയില കണ്ടെടുത്ത് തൃപ്തിയോടെ ഭക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നീ വിഷമിക്കേണ്ട.
അപ്പോൾ കുളിക്കാൻ പോയ മഹർഷിയും ശിഷ്യന്മാരും വെള്ളത്തിലിറങ്ങി മുങ്ങി കയറിയപ്പോൾ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഉണ്ടതുപോലെയുള്ള സംതൃപ്തിയുള്ളവരായി തീർന്നു. അപ്പോൾ രാജാവിനെ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടാണ് കുളിക്കാൻ വന്നത്. ഇനി അവിടെ പോയി എങ്ങനെ ഊണ് കഴിക്കാനാണ്? ഇതായിരുന്നു എല്ലാവരുടെയും വിചാരം. ദുരാസ പറഞ്ഞു, വെറുതെ നാം ഭക്ഷണം പാകം ചെയ്യിച്ച് ആ രാജർഷിയോട് വലിയ തെറ്റാണ് ചെയ്തത്. ആ പാഞ്ചാലിക്ക് എന്താണ്, പാഞ്ചാലി കോപിച്ചാൽ ഒരു നോട്ടം കൊണ്ട് നമ്മയെല്ലാം ദഹിപ്പിക്കും. എന്താണ് അങ്ങനെ പറഞ്ഞ് അവരെന്താണ് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവർ തിരിച്ചു പോകാതെ അവരെല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളൊരു കഥയാണ്. അതപ്പോൾ ചീരക്കറി എന്ന് പറയാൻ സൂചിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ട് നിൽക്കുന്നിടത്ത് പോയിട്ടും നമ്മളെന്താണ് ചീരയില്ല കഴിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ ഈ പക്ഷിശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത പേജ് 20ാമത്തെ പേജ് നോക്കൂ. ഒരു കിളി പറയുകയാണ്, വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു. അതിന് മുകളിൽ കൂടി പറന്നപ്പോൾ എൻ്റെ ചിറകിന് വെടിയേറ്റു. എന്നിട്ടും തളരാതെ പറന്നു. പക്ഷിശാസ്ത്രം പറയണം, ഉദയകിരണങ്ങളെപ്പോലെ പ്രകാശകിരണങ്ങളെപ്പോലെ ഒടുവിൽ കൂടെത്തി. ദുഃഖത്തോടെ പറയുകയാണ്, പക്ഷേ എവിടെ ചേക്കേറും? എവിടെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ നിൽക്കാനുള്ള സ്ഥലം? വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു. ചുറ്റും നടന്നിട്ട് പറയാണ്, ഈ വെളുത്ത പൂക്കൾ മാത്രം ബാക്കിയുണ്ട്. കിളികൾ പറയണം, വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ. പക്ഷിശാസ്ത്രം പറയണം, അതെ, വാരിക്കൂട്ടാൻ മറന്നുപോയവരാണ് നമ്മൾ, വിധിക്കാൻ മണ്ണില്ലാത്തവർ. എന്നിട്ടും വിശക്കുന്നു. കിളികളുടെ കരച്ചിൽ. എന്താണ് മാർഗം? എവിടെ താവളം? കാർന്നു തിന്നുന്ന വിശപ്പിൽ നിന്ന് മോചനം? അല്ലേ, വാരിക്കൂട്ടാൻ മറന്നുപോയവരെന്ന് പറയുമ്പോൾ എന്താടോ, അധ്വാനിക്കാൻ മാത്രം കഴിയുന്നവർ മാത്രമാണ്. എന്തോ സമ്പാദിക്കാൻ അവർ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഓരോ ദിവസത്തെ കാര്യങ്ങൾ മാത്രം നോക്കിപ്പോയവരാണ് അവരെന്താണ്, വിധിക്കാൻ മണ്ണില്ലാത്തവരായി. ഇപ്പോൾ അവർക്കെന്താണ് താമസിക്കാൻ പോലും സ്ഥലമില്ല. നമുക്കറിയാം, ഇത് ഒരു സൂചന കൂടിയാണ്. പണ്ടത്തെ തൊഴിലാളി വർഗത്തിൻ്റെ കഷ്ടപ്പാടാണ്. പകലന്തിയോളം ജോലി ചെയ്ത് അവർക്കെന്താണ് ഭക്ഷണം പോലും കിട്ടാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെ സൂചിപ്പിക്കുകയാണ്. അവർക്കൊന്നും സമ്പാദിക്കാനും കഴിഞ്ഞില്ല എന്നുള്ളൊരു സൂചന വരുന്നുണ്ട്. അപ്പോൾ കിളികൾ പറയുകയാണ്, അടുത്തെങ്ങും വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ എവിടെയുള്ളത്? എല്ലാവരും ആൽത്തറയിൽ കയറിയെന്ന് കഴുത്തി നീട്ടി 4 പാട് നോക്കുന്നു. പക്ഷിശാസ്ത്രം പറയും, അതാ അന്ധനായതിനാൽ വായുവിൽ തപ്പി, കണ്ടു കാണുന്നില്ല, വായുവിൽ തപ്പി അകലെ ലക്ഷ്യമാക്കി ആ കുന്നിൻ പുറം വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ പോകുവിൻ, കൊത്തി നുണക്കുവിൻ, അന്തിക്ക് മുമ്പേ ചേക്കേറണം, നിങ്ങൾ സന്ധ്യാന്ന് മുമ്പേ തിരിച്ചെത്തണം. ഒരു കിളി, അതാരുടേതാ? പക്ഷിശാസ്ത്രം പറയാൻ, ഈ ഭൂമിയാകെ നമ്മുടേത്. വന്യഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ച വരിനെല്ല് 1000 മേനി വിളഞ്ഞു നിൽക്കുന്നു, ചന്തമുള്ള കതിർക്കുലകൾ. ഈ ഭൂമിയാകെ നമുക്കുള്ളതാണ്. പക്ഷികളെന്ന് പറയുമ്പോൾ ഈ ഭൂമി മുഴുവൻ അതിലില്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, വന്യഭൂമിയിൽ ഏതോ ഒരു സന്യാസി നമുക്കായി വിതച്ച വരിനെല്ല്. വരിനെല്ല് എന്താണ്? തനിയെ കിളിർത്തുണ്ടായ നെല്ലിനെയും വരിനെല്ല് എന്ന് പറയും. അങ്ങനെയുള്ള ആ നെല്ല് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ കിളികൾ പറയണം, അതെ, പഴുത്ത നെൽക്കതിർ തെന്നലിൽ തലയാട്ടി, കാറ്റലിങ്ങനെ തലയാട്ടിക്കൊണ്ട് ചൂളം വിളിച്ചു കളിക്കുന്നു. അവരിങ്ങനെ ചൂളം വിളിച്ച് കളിക്കുക, ആ നല്ല ചൂളം വിളിച്ച് കളിക്കുകയാണ്. പക്ഷിശാസ്ത്രം പറയുകയാണ്, നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ? കാട്ടരുവിയുടെ കളഗാനം കേട്ട് പറന്നുയരുവിൻ, പോയി വരീൻ, കൊണ്ടുവരീൻ, നിങ്ങൾ വിതച്ചത് കൊയ്തു വരീൻ, ആനന്ദ നൃത്തം ചെയ്യുന്നു. നിങ്ങളാണ് അത് വിതച്ചത്, അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളത് പോയിട്ട് കൊണ്ടുവരീനാണ് പറയുന്നത്. മനസ്സിലാക്കേണ്ടത് എന്താടോ, ഈ മണ്ണിൻ്റെ അവകാശികൾ ഉള്ളവനും ഉടമയുമല്ല, പണിയെടുക്കുന്നവനും പട്ടിണിക്കാരനുമാണെന്നുള്ള സൂചന ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. പേടിച്ചുകൊണ്ട് പറയുകയാണ്, പാടത്തിന് ഉടമ എങ്ങാനും അറിഞ്ഞാൽ ആ പാടത്തിന് ഉടമ ഉണ്ടാവുമല്ലോ. എവിടെയെങ്കിലും കെണി വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് കെണികൾ വെക്കും. അപ്പോൾ പക്ഷിശാസ്ത്രം പറയുകയാണ്, ഈ മലയോരത്ത് കെണി വെക്കുന്നത് ആരാണ്? നോക്കത്താത്ത നീലിമയാർന്ന വനം കാടാണ്. അതിനുമപ്പുറം നമുക്കായി വിതച്ച നെന്മണി, വിതച്ചതെല്ലാം വിളഞ്ഞിട്ടുണ്ടല്ലോ. കിളികളെല്ലാം സന്തോഷപൂർവ്വം ശബ്ദമുണ്ടാക്കി പറന്നുയർന്നു വീണ്ടും വന്ന് പക്ഷിശാസ്ത്രക്കാരന് ചുറ്റുമിരിക്കുന്നു. മക്കളെ പോകിൻ, എനിക്കൊരു ചാൺകൂടി പറക്കാനാവതില്ല, ഞാൻ ആകെ തളർന്നു. ഈ പൊരിവെയിലിൽ മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്നറിഞ്ഞിട്ട് പോരണം. കിളികൾ, കാട്ടരുവിയിൽ നനവുണ്ട്, ചെറുകൊക്കൊന്നു നനയ്ക്കാൻ ജലമുണ്ട്. പക്ഷിശാസ്ത്രം പറയുകയാണ്, കൊക്ക് നനക്കാൻ മാത്രമേ വെള്ളമുള്ളൂ എന്ന് പറയുമ്പോൾ ആ അരുവിയും വറ്റി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ സൂചന. പക്ഷിശാസ്ത്രം പറയുന്നത്, എങ്കിൽ തളരാതെ പറന്നുയരീൻ, കുഞ്ഞിച്ചിറകി വിടർത്തിപ്പോകുകയിൻ, പെരുവഴി ഇരുളാണെങ്കിലും ഒന്നിച്ചു പറക്കുകിൻ. പെരുവഴിയിൽ ഇരുളാണെങ്കിലും എന്ന് പറയുന്നതാണ് അവിടെ പല സ്ഥലത്തും ദുർഘടം പിടിച്ച അല്ലെങ്കിൽ ചതിയന്മാരുണ്ടാകും. അതുകൊണ്ട് നിങ്ങളൊന്ന് ഒന്നിച്ചു പോകണം എന്നാണ് പറയുന്നത്.
മിന്നുമിനുങ്ങും ഹൃദയത്തിൽ വെളിച്ചം ഒന്നായി ഒഴുകുവിൻ. അല്ലേ, മിന്നുമിനുങ്ങുന്ന ഹൃദയത്തിൽ വെളിച്ചമുണ്ടല്ലോ, നിങ്ങൾക്ക് നന്മയുണ്ടല്ലോ, അതൊക്കെ അല്ലേ സ്നേഹത്തോടെ നിങ്ങൾ ഒന്നായിട്ട് പോകുവിൻ. കിളികൾ പറയാണ്, എന്തൊരു ചൂട്, ചിറകെല്ലാം കരിയുന്നു, മനസ്സ് ഉരുകുന്നു. പക്ഷിശാസ്ത്രം പറയും, എങ്കിലും നമുക്ക് തണലേകിയ വനം വെട്ടിയതാരായിരിക്കും? നമ്മുടെ താവളത്തിൻ്റെ വേര് തോണ്ടുന്ന രാക്ഷസന്മാരാരാണ്? നമ്മുടെ കാട് ആരാണ് വെട്ടിത്തെളിച്ചത്? അല്ലേ, നമ്മുടെ താവളത്തിൻ്റെ വേര് തോണ്ടുന്ന നമ്മുടെ ഈ ജീവിക്കാനുള്ള ഈ വൃക്ഷങ്ങളുടെയൊക്കെ വേര് വരെ തോണ്ടിയെടുത്ത ഈ കാട്ടാളന്മാരാരാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കിളി പറയാണ്, അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. കിളികൾ അതെ, കുരമ്പുമായി അല്ലേ, കൂർത്ത നോട്ടവുമായി ഇരുളത്തിഴഞ്ഞു നടക്കുന്നവനാണ്. ഇരുട്ടിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് നടക്കാൻ, നമ്മളെ പിളർക്കുവാൻ, നമ്മെ വിഴുങ്ങുവാൻ. പക്ഷിശാസ്ത്രം പറയാണ്, അവൻ്റെ അത്താഴത്തിന് രുചി കൂട്ടുവാനാണ്, വിരുന്നിന് വിഭവം കൂട്ടി സത്കീർത്തി നേടുവാൻ. കിളികോട് പറയാണ്, നിങ്ങൾ അവൻ്റെ വഴി ഒഴിഞ്ഞു പോകുവിൻ. എൻ്റെ പൊന്നും കുടങ്ങളെ, ഈ നനുത്ത അടിവയറിൽ അവൻ്റെ വിഷം മുനയേറ്റാൽ. കിളികൾ, ഇല്ല, ഞങ്ങൾ സൂക്ഷിച്ചോളാം. ഒരു കിളി, ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പെരുവെയിലിൽ അവനും കുളിർമ നൽകും. അല്ലേ, അപ്പോൾ വളരെ ഒരു സന്തോഷമാണ്. ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ ചൂടിൽ അവനും ഞങ്ങൾ കുളിർമ നൽകുമെന്നാണ് പറയുന്നത്. അല്ലേ, ഇപ്പോൾ ദ്രോഹിക്കുന്നവനെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് ഈ കിളികൾക്കുണ്ടെന്നുള്ളതാണ്. പക്ഷേ പറയണം, നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. കൊള്ളക്കാർ മരം വെട്ടി കയറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകൂട്ടി ഒടുവിൽ ഈ ഒറ്റ മരത്തിലെത്തി. ഇപ്പോൾ അതിൻ്റെ കമ്പും വെട്ടിത്തുടങ്ങി. അപ്പോൾ നമ്മൾ ഇങ്ങനെ മരം വെട്ടുന്ന അവസരത്തിൽ നമ്മൾ മാറി കൊടുത്തു. അല്ലേ, ഒടുവിൽ ഈ ഒറ്റ മരത്തിലെത്തി. എല്ലാ മരങ്ങളും വെട്ടി നശിപ്പിച്ചപ്പോൾ നമ്മൾ മാത്രം, നിങ്ങൾ താമസിക്കുകയും ഞാൻ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുകയും ചെയ്യുന്ന ഈ മരവും മരത്തിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ അതിൻ്റെ കമ്പും വെട്ടിത്തുടങ്ങിയിരിക്കുന്നു. പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, വെട്ടുന്നവനും നമ്മളെന്ത് ചെയ്യും, തണൽ നൽകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ളൂരിൻ്റെ ഒരു കവി നമുക്കിവിടെ ഓർമ്മിക്കാൻ പറ്റും. എന്താണത്? കവിത ഇങ്ങനെയാണ്: ഇറുപ്പവനും മലർ ഗന്ധമേകും. ഇറുപ്പവൻ എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുന്നവനും ഗന്ധം അല്ലേ, മണം നൽകുന്നു. വെട്ടുന്നവനും ചൂടകറ്റും. മരം വെട്ടാൻ വരുന്നവനും അവൻ്റെ ചൂട് അകറ്റിയിട്ട് അതിൻ്റെ വെട്ടുന്നതിന് മുമ്പ് അവനെ കുറച്ച് നേരം വിശ്രമിക്കാൻ അവസരം കൊടുക്കും. ഹനിപ്പവനും കിളി പാട്ട് പാടും. കൊല്ലുന്നവനും കിളി പാട്ട് പാടിക്കൊടുക്കും. അതുകൊണ്ട് പരോപകാര പ്രവണം പ്രപഞ്ചം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പരോപകാരം ചെയ്യുന്നതാണ്. എല്ലാവർക്കും സഹായം ചെയ്യുകയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തു എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ആ ദർശനത്തിനെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേറാനെത്തുമ്പോൾ ഇതും വേരറ്റ് വീണിരിക്കും. ഒരു കിളി പറഞ്ഞതാണ്. അപ്പോൾ മറ്റു കിളികൾ പറയാണ്, പിന്നെ നമ്മൾ എവിടെ കൂടുകൂട്ടും? പക്ഷിശാസ്ത്രം പറയാണ്, ആലോചിച്ച് പ്രവാചകനെപ്പോലെ അലറുന്ന കടലിൽ, പ്രവാചകനെ പോലെ പറയുകയാണ്, അലറുന്ന കടലിൽ തിരയ്ക്കു മുകളിൽ, അല്ലേ, എന്നാണ് കടലിന് മുകളിൽ നമുക്ക് കൂടുകൂട്ടാം എന്നാണ് പറയുന്നത്. കിളികൾ ഒരുമിച്ച് തുള്ളിച്ചാടി പറയുകയാണ്, ആടുംതിരകളിൽ കൂടുകെട്ടി കൊക്കിനുള്ളിൽ കൊക്കുരുമ്മി, നിന്നെ പാടിയുറക്കും ഞാൻ, നിന്നിലലിഞ്ഞു മയങ്ങും ഞാൻ. ഒരു കിളി പറയുകയാണ് ആലോചനയിൽ, അപ്പോൾ കടലിളകി കൂട് പൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ, നിന്നെ തിരകൾ വിഴുങ്ങുകയില്ലേ? ഇപ്പോൾ മറുപടിയാണ് പക്ഷേ പറയാണ്, അപ്പോൾ കടലിനടിയിൽ മുത്തുച്ചിപ്പിയിൽ ഒത്തിരി ആണ്ട് കഴിഞ്ഞുണരും ഞാൻ, മുത്തായി പവിഴമായി ദുഃഖത്തിൻ നിഴലായി വെളിച്ചത്തിനുറവയായി വരുമല്ലോ ഞങ്ങൾ വിണ്ണിൻ മക്കൾ. ഹായ് വിണ്ണിൻ മക്കൾ, കിളികൾ പറഞ്ഞു. വിണ്ണിൻ മക്കൾ അല്ലേ, വിണ്ണ്, ആകാശം, സ്വർഗ്ഗം എന്നൊക്കെ അർത്ഥം അല്ലേ. അപ്പോൾ നമ്മളതാണ് ആകാശത്തിൻ്റെ മക്കൾ അല്ലേ എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു ഉന്നതമായ അവസ്ഥയിൽ നിന്ന് സ്വർഗ്ഗത്തിലെ നിന്ന് വരുന്ന പറയുന്നത്. എന്നിട്ടും ഞങ്ങൾക്ക് വിശക്കുന്നല്ലോ അല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നല്ലോ, എനിക്കും വിശക്കുന്നു. ഉയർന്ന തലത്തിൽ കയറി ദൂരെ നോക്കി, പോയി വരിൻ, കൊയ്തു വരിൻ, നമ്മൾ വിതച്ച് കൊയ്തു വരിൻ. കിളികൾ, നമുക്ക് പോയി വരാം. പക്ഷിശാസ്ത്രം, അന്തിച്ചോപ്പ് കാണുന്നതിന് മുമ്പ് കൂടെത്തണം, പാടത്തിനുടമയെ കണ്ടാൽ. അപ്പോൾ പറയാം, നിങ്ങൾ സന്ധ്യാവിന് മുമ്പ് അന്തിച്ചോപ്പിലെ സന്ധ്യാവിന് മുമ്പിട്ട് നിങ്ങൾ തിരിച്ചെത്തണം. പാടത്തിനുടമയെ കണ്ടാൽ എന്ത് ചെയ്യും? ഒരു കിളി പറയണം, നമുക്ക് വട്ടമിട്ട് അയാൾക്ക് ചുറ്റും പറന്ന് ആ സ്വർണ്ണകടീരം കൊത്തിയെടുത്ത് പൊങ്ങിപ്പറക്കാം. അല്ലേ, അയാളെന്താ ആക്രമിക്കാമെന്നാണ് പറയുന്നത്. അയാളുടെ അധികാരത്തെ നമുക്ക് എന്ത് ചെയ്യാക്കാം അല്ലേ, കൊത്തി നീക്കാമെന്നാണ് പറയുന്നത്. കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത്, അയാളുടെ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ. പക്ഷിശാസ്ത്രം പറയും, അയ്യോ വേണ്ട, എൻ്റെ പൊന്നും കുടങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട പൊൻ്റെ അല്ലേ കുടങ്ങളെ, കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട. കിളികൾ, ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അല്ലേ. അയ്യോ വേണ്ട, എൻ്റെ പൊന്നുകുടികളെ, കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട.
അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പക്ഷിശാസ്ത്രജ്ഞൻ അഹിംസയുടെ ഒരു പ്രതീകമായിട്ടാണ്, അല്ലേ, ഒരു ഗാന്ധിയൻ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലേ, ഒന്നിനെയും നമ്മൾ ദ്രോഹിക്കരുത്, ഹിംസ പാടില്ല, അഹിംസയുടെ പാത പിന്തുടരാനാണ് ഉപദേശം നൽകുന്നത്. രക്തച്ചൊരിച്ചിൽ ഒന്നിനും പരിഹാരമില്ലാത്തതിനാൽ അവൻ്റെ രക്തം മണ്ണിൽ വീഴരുതെന്നാണ് പറയുന്നത്. അല്ലേ, അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്, അക്രമം അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഒന്നിനും ഒരു പരിഹാരമല്ല. സമത്വസുന്ദര പാതയിലൂടെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം നേടേണ്ടത് എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ തൻ്റെ കിളികളോട് പറയുന്നത്. ഈ പക്ഷിശാസ്ത്രക്കാരൻ്റെ വാക്കുകൾക്ക് സമാനമായിട്ട് വൈലോപ്പിള്ളിയുടെ വരികളുണ്ട് കേട്ടോ. എന്താണത്? ആകുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ, സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാവട്ടെ വേഗമാവട്ടെ എന്ന് പറയുന്നത്. അല്ലേ, ഭവാന്മാർക്ക്, അല്ലേ, എൻ്റെ എന്താണ് സുഹൃത്തുക്കൾക്ക് സാധിക്കുമോ എന്ത് ഈ ലോകത്തുള്ള ദുർനിയമങ്ങൾ ഇങ്ങനെ എന്താണ് സ്നേഹസുന്ദര പാതയിലൂടെ മാത്രമേ പരിവർത്തനത്തിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. എന്താണ് ലോകത്ത്, അല്ലേ, സമാധാനവും സ്നേഹവും ഒക്കെ കളിയാടണമെങ്കിൽ എന്ത് വേണം? സ്നേഹത്തിലൂടെയാ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. മഹാത്മാഗാന്ധിജി കാണിച്ചത് തന്നെയാണ്. അല്ലേ, ബ്രിട്ടീഷുകാരോട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ, അല്ലേ, നമ്മളങ്ങനെയാണ് എന്ത് ചെയ്തത്? ആക്രമിക്കാതെ അഹിംസയിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്നുള്ള ഒരു സൂചന നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ പക്ഷികളെ ചോദിക്കാൻ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? പക്ഷിശാസ്ത്രൻ കതിർമണി കൊത്തിക്കൊണ്ടുവരീൻ, പാടും കിളികൾക്ക് വരി നൽകി സ്തുതി പാടുവിൻ, എനിക്കും അതിലൊരു കതിരുമായി പറന്നെത്തുവിൻ. കിളികൾ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കലപില ശബ്ദമുണ്ടാക്കുന്നു. അതുവരെ ഞാൻ എവിടെ ഇരിക്കും? ഈ ആകാശത്തിന് കീഴിൽ ഭൂമി ഇത്തിരി മണ്ണല്ലേ, അതു നമുക്കല്ലേ? കിളികൾ അതെ അതെ എന്ന് പറഞ്ഞ് ചിറകു വിടർത്തി തത്തി കളിക്കുന്നു. വയ്യരുത് വരാൻ, വയ്യരുത്, ഞാൻ ഈ കാട്ടിൽ ഒരിടത്തുണ്ടാവും, ഒറ്റയ്ക്ക് ആ കുന്നിൻ മുകളിൽ നീലാകാശം നോക്കിയിരിക്കും, പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ. നമ്മുടെ കൂട്ടം തെറ്റിപ്പോയ കിളിയെ ഓർത്ത് അപ്പോഴും ആരെയാണ് ഓർക്കുന്നത്? തങ്ങളിൽ നിന്നും അകന്നുപോയ, അല്ലേ, ഒരു കിളിയെ ഓർത്താണ് ഈ പക്ഷിശാസ്ത്രക്കാരനിൽ ഇരിക്കുന്നു. അത്രയ്ക്കും സ്നേഹമുണ്ട്. അല്ലേ, ഏതോ ഒരു ചതിയിൽ അല്ലെങ്കിൽ ആരുടെയോ പ്രലോഭനത്തിലാണ് ആ പക്ഷി കിളി വിട്ടുപോയതെന്ന് ഇപ്പോഴും ഇദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട്, തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷികൾ പറയാണ്, ഞങ്ങൾ എളുപ്പം വരാം, പറന്നുയർന്നു പോകുന്നതായി ഭാവിക്കുന്നു. അകലേക്ക് ഒഴുകി നടക്കുന്ന ഒരു കൂട്ടം പറവകൾ. പക്ഷിശാസ്ത്രജ്ഞൻ പക്ഷികൾ പറന്നു പോകുന്നു നോക്കി നിന്ന് ചിറകു വച്ച ചിന്തകൾ, തീപിടിച്ച സ്വപ്നങ്ങൾ. ഉയർന്ന തലത്തിൽ കയറി നിന്ന് അവർ പാടത്തിന് ഒത്തു നടുക്കത്തട്ടെ, പറന്നുതാണ് കൊത്തട്ടെ. ഞാൻ കുന്നിൻ മുകളിൽ ഒറ്റയ്ക്കൊരു നിമിഷം ധ്യാനം, പുറകവസ്ഥയേക്ക് തപ്പി നടന്നു മറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയാം എന്താണ്? ചിന്തകൾ, അല്ലേ, ചെറുകുവച്ച ചിന്തകൾ, തീപിടിച്ച സ്വപ്നങ്ങൾ എന്നുള്ള ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പക്ഷികൾ ഉയർന്നു പോകുന്നത്, അല്ലേ, തീപിടിച്ച സ്വപ്നങ്ങളുമായിട്ടാണ്. അപ്പോൾ എന്താണ്, പക്ഷികൾ ലോകത്തിന് പുതിയ ആശയങ്ങളും ആവേശം നൽകുമെന്ന് പ്രത്യാശിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലേ, പുതിയ ലക്ഷ്യങ്ങൾ തേടിപ്പോകുന്നതിൻ്റെയും പ്രതീകമാണ്. ചിന്തകൾക്ക് ചിറകു നൽകി ഉയരങ്ങളിലേക്ക് പറത്താനുള്ള ആഹ്വാനം കൂടിയാണത്. അല്ലേ, ഇപ്പോൾ തീപിടിച്ച സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മുകളിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കിളികളുടെ യാത്ര വെറും ഭക്ഷണത്തിന് വേണ്ടിയുള്ളതല്ല, അത് തീവ്രമായ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും സ്വപ്നമാണ്, പൂർത്തീകരണത്തിന് വേണ്ടിയുള്ളതാണ്. ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ അതിന് തടസ്സങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്. അതുകൊണ്ടാണ് തീപിടിച്ചതെന്ന് പറയുന്നത്. ലക്ഷ്യത്തിലെത്തിലേക്കുള്ള യാത്രയിലെ തീക്ഷ്ണതയെയും അപകട സാധ്യതകളെയും ഇത് സൂചിപ്പിക്കുന്നു. അല്പനേരം കഴിഞ്ഞ് പാടത്തിനുടമ ഭീകരമായ ഒരു താളത്തിൽ പാഞ്ഞെത്തുന്നു. അമ്പും വില്ലുമുണ്ട് കയ്യിൽ. ഉടമ, കതിരരിയുന്ന കിളികളെ പറത്തിവിട്ടവൻ എവിടെ? എൻ്റെ കതിര് പറിക്കാൻ, അല്ലേ, ആരാണ് കിളികളെ പറത്തിവിട്ടത്? ഉയർന്ന തലത്തിൽ കയറി പടത്തേക്ക് നോക്കി. ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ തെറ്റിയപ്പോൾ എല്ലാം തീർന്നു. ഹേയ് പക്ഷിശാസ്ത്രക്കാരാ, ഓഹോ, അവിടെ ധ്യാനത്തിലാണോ? പുറകുവശത്തേക്ക് ഓടിപ്പോകുന്നു. നിമിഷങ്ങൾക്കകം പക്ഷിശാസ്ത്രക്കാരനെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവരുന്നു. പക്ഷിശാസ്ത്രജ്ഞൻ ഞെട്ടിങ്ങേ, നിന്റെ കയ്യിൽ കൂരമ്പോ? ചുറ്റും കാണുന്ന വെള്ളപ്പൂക്കളോട് എൻ്റെ കുഞ്ഞോമനകളെ. ഉടമ വില്ലിൽ അമ്പ് തൊടുത്തുകൊണ്ട് അടുത്ത്. കൂട്ടുപൊളിച്ചൻ പാടമരിഞ്ഞു തകർക്കാൻ കൂട്ടായി പാടിപ്പോയത് നിൻ പക്ഷി, നിന്നീണം, നിന്നാദം, നിന്നോർജം. ഞാൻ മനസ്സിലാക്കി നീയാണ് അവരെ അയച്ചത്. നിൻ്റെ ശബ്ദമാണ്, നിൻ്റെ നാദമാണ്, നിൻ്റെ ഊർജ്ജമാണ് അവയ്ക്കുള്ളത്. അതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെടണം എന്നാണ് പറയുന്നത്. പക്ഷിശാസ്ത്രജ്ഞൻ, അതിന് നീ എന്നെ? ഉടമ, നിന്നെയല്ലാതെ മറ്റാരെ? നിൻ്റെ പക്ഷികൾ പറന്നുപോയില്ലേ? പക്ഷിശാസ്ത്രൻ, സന്തോഷം, അതെ, അവ 1000 ചിറകുകളോടെ പാറി പറന്നുയർന്ന് മലകൾക്കുമപ്പുറം വിളഞ്ഞു കിടക്കുന്ന പാടം തേടിപ്പോയി. ഉടമ, അവയും എൻ്റെ പാടങ്ങളാണത്. പക്ഷിശാസ്ത്രൻ, അതെ, എല്ലാം കൊത്തി നുണച്ച് കൊക്കുരുമി കൂത്താടി പറന്ന് ഓരോരുത്തരും എനിക്കൊരു കതിരുമായിട്ടൊഴുകി വരും.
ഉടമ അമ്പ് തൊടുത്ത് പിന്തുടർന്നുകൊണ്ട് അന്നു നീ അവരുടെ ഫലം പറയാനില്ലെങ്കിലോ, അല്ലേ? അപ്പോൾ അവർക്ക് നീ കൂട്ടായിട്ടില്ലെങ്കിലോ, അവർ വരുമ്പോഴേക്ക് പക്ഷിശാസ്ത്രജ്ഞൻ ഈ തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും കിഴക്കുതിച്ച ധ്രുവ നക്ഷത്രത്തിലും ഞാൻ അവരുടെ ഫലം കൊത്തിവെച്ചിട്ടുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സന്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പൂക്കളും കിളികളും അത് പാടിപ്പരത്തും. നിന്റെ ചുറ്റും കാണുന്ന ഈ വെളുത്ത പൂക്കൾ മൊട്ടായിരിക്കുമ്പോഴേ എൻ്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചുറ്റുള്ള ഈ പ്രകൃതി മുഴുവനും എൻ്റെ സന്ദേശങ്ങൾ, എൻ്റെ ചിന്തകളൊക്കെ പടർന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇല്ലാതാക്കിയാലും ആ സന്ദേശങ്ങളും നന്മയും ഇവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉടമ പക്ഷേ അതെ, നിൻ്റെയും എൻ്റെയും എൻ്റെ മാംസത്തിലിറങ്ങുന്ന കൂരമ്പിൻ്റെയും നിശബ്ദത വരൂ, നമുക്ക് ധ്യാനിക്കാം. ഉടമ ചിരിച്ച് ആരേ പക്ഷിശാസ്ത്രക്കാരൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതോ, എനിക്ക് ശേഷവും അധ്വാനിക്കുന്നവരെ സ്വപ്നവും പ്രതീക്ഷയും തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും ധ്രുവനക്ഷത്രത്തിലും തെളിഞ്ഞു നിൽക്കുന്ന പറഞ്ഞല്ലേ. അങ്ങനെ പ്രത്യാശിക്കുന്നു. ചുറ്റും കാണുന്ന വെളുത്ത പൂക്കൾ എന്താണ്, മുട്ടായിരിക്കുമ്പോഴേ എൻ്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നവയാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഞാനില്ലെങ്കിൽ പോലും നന്മയുടെയും ഐക്യത്തിൻ്റെയും ലോകമാണ് ഇവിടെ പുലരാൻ പോകുന്നത് എന്നുള്ള ഒരു സന്ദേശം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അല്ലേ, എന്താണ് പക്ഷി പറയുമ്പോൾ എന്താ പറയുന്നത്, ചിരിച്ചുകൊണ്ട് പറയണം ആരേ. ഇപ്പോൾ ശാസ്ത്രജ്ഞൻ പറയാണ്, നിന്നെ എന്നെ ഈ പച്ചക്കാടിനെ, ഇവിടുത്തെ നദികളെ, മലകളെ, മനുഷ്യരെ ധ്യാനനിരതരായി വൃക്ഷത്തിൻ്റെ പുറകിലേക്ക് പോകുന്നു. ഉടമ അത് നോക്കി നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് നമുക്ക് എന്താക്കാം, ഈ നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഉടമ വീണ്ടും ധ്യാനത്തിൽ തന്നെ ഈ കൂരമ്പേൽക്കട്ടെ. പക്ഷിശാസ്ത്രക്കാരൻ്റെ നേർക്ക് അമ്പയക്കുന്നു. പല അമ്പുകൾ ആവനായിൽ നിന്നെടുത്ത് ഇതിനു ശേഷം അങ്ങനെ പിടഞ്ഞ് മരിക്കട്ടെ. എൻ്റെ ഗുരു പോലും ഗുരുവിനെപ്പോലും കൊല്ലാൻ തയ്യാറായി നിൽക്കുകയാണ്. കൂട്ടുകാരെ, എൻ്റെ ഗുരു പോലും എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു സൂചന ഉണ്ട് അല്ലേ. നമ്മളെ നേരത്തെ ഇവരിൽ നിന്ന് വിട്ടുപോയ ആ കിളിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊരു ഉടമയായി മാറിയിരിക്കുകയാണ് അല്ലേ. തൊഴിലാളികളെ വഞ്ചിച്ചിട്ട് മുതലാളി പക്ഷം ചേർന്ന ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഈ കിളി വരുന്നത് എന്നുള്ളത് നമുക്ക് സൂചന ഇവിടുന്ന് കിട്ടും അല്ലേ. എൻ്റെ ഗുരുവിനെപ്പോലും എന്ന് പറയുമ്പോൾ ആ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് പറയുകയാണ്, എൻ്റെ തോട്ടത്തിലെ പൂവിൻ്റെ ചോപ്പിന് പക്ഷിശാസ്ത്രക്കാരൻ്റെ ചോര പോലും വിജയാഹ്ലാദത്തിൻ്റെ താളത്തിൽ. ഇനി ആ പക്ഷികൾ അവയുടെ മിനുമിനുത്ത വെളുവെളുത്ത പള്ളിയിൽ ഈ കൂരമ്പ്, ഇനി ആ പക്ഷികൾ വരുമല്ലോ, അവരെ തൻ്റെ ഒന്നിച്ച് വളർന്നവരാണ്, പക്ഷേ അവരെ പോലും കൊല്ലാൻ തുനിയുകയാണ്. പക്ഷേ അവ എവിടെ കുന്നുകളും മലകളും കടന്നു പോയി കാണും. പെട്ടെന്ന് ചുറ്റുമുള്ള പൂക്കളെ ശ്രദ്ധിച്ച് ഈ വെള്ളപ്പൂക്കൾക്ക് നിറം മാറുന്നോ, ഒന്നുകൂടി ശ്രദ്ധിച്ച് ഇവ ചോക്കുന്നു. ക്രമേണ വെള്ളപ്പൂക്കൾ ചുവന്നു തുടങ്ങി. ചുവപ്പ് കൂടുന്നു. ഉടമയുടെ പരിഭ്രാന്തിയിൽ വർദ്ധിച്ചു വരുന്ന ചുവപ്പ് വ്യക്തമായി കാണാം. അയാൾ അമ്പരന്ന് നാലുപാടും താളാത്മകമായി ഓടി നടുവിലെത്തുന്നു. ഒടുവിൽ രക്ഷപ്പെടാൻ എന്നവണ്ണം ഓടി മറിയുന്നു. അകത്ത് പക്ഷിശാസ്ത്രക്കാരൻ്റെ ദയനീയ വിലാപം നേർത്ത സംഗീതമായി കേൾക്കാം. അല്പം കഴിഞ്ഞ് ചുണ്ടിൽ നെൽക്കതിരുമായി കിളികൾ പറന്നൊഴിയെത്തുന്നു. അപ്പോൾ ഇങ്ങനെ കിളികൾ പറന്ന് ഇപ്പോൾ കാണുന്നതാണ്. കിളികൾ ഫലം പറയും പക്ഷിശാസ്ത്രക്കാരാ, മലയോര തന്തിയുറങ്ങും മലദേവാ, വാ നീ. ചുറ്റും പറന്നു ചെന്ന് നോക്കുന്നു. പക്ഷിശാസ്ത്രക്കാരനെ കാണാത്തതിനാൽ ആകാംക്ഷയും അനുഭവപ്പെടുന്നു. ദുഃഖിതരായി തിരിച്ചു വന്ന് അന്യോന്യം നോക്കിയിരിക്കുന്നു. ഒരു കിളി, ഗുരു നമ്മെ തിരക്കി ഇറങ്ങിയതാണോ? കിളികൾ, അതുമാവാം. ഒരു കിളി, നാടും നഗരവും കാടും മേടുമലഞ്ഞ് പറന്ന് രസിച്ച് നമ്മൾ വരുമ്പോഴേക്കില്ലേ. അപ്പോൾ നമ്മുടെ താതൻ ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് കിളികളെല്ലാം ചെന്ന് വീണ്ടും ചുറ്റും പറന്ന് നടന്നു. എന്നിട്ട് അവരാണ്, എവിടെ തിരിയും താതാ ജീവജലത്തിനുറവയെ, തണലും ചൂടും തന്നവനെ, തളിരാൽ കൂടും മെടഞ്ഞവനെ അല്ലേ. എവിടെയാണ് നിങ്ങൾ തിരയേണ്ടത്? ഞങ്ങൾക്ക് ജീവജലത്തിന് ഉറവ തന്നവനാണ്, തണൽ തന്നവനാണ്, ചൂട് തന്നവനാണ്, തളിരാൽ കൂടും മെടഞ്ഞവനാണ് അല്ലേ. തളിരുകൾ കൊണ്ട് കൂട് തന്നവനാണ്. ചുറ്റും ചുവന്ന പൂക്കൾ കണ്ടിട്ട് അമ്പരന്ന്, അതാ വെള്ളപ്പൂക്കളെല്ലാം ചുവന്നിരിക്കുന്നു. എന്തൊരു ചുവപ്പ്! അമ്പരപ്പോടെ അവർ അത് നടന്നു കാണുന്നു. ഒരു കിളി, പാടത്തിനുടമ കൂരമ്പുമായി ഓടുന്നത് കണ്ടില്ലേ? കിളി, കണ്ടു. അപ്പോൾ പറന്നുയർന്നു, നമ്മൾ പാടിപ്പോയില്ലേ? ഒരു കിളി, ഇനി അവൻ ഇതുവഴി വന്നോ? തിരുഹൃദയം മുറിവേറ്റോ? നമ്മൾ കണ്ടില്ലേ കൂരമ്പുമായിട്ട് പോകുന്നത് ആ ഉടമ, അയാൾ ഇങ്ങോട്ട് വന്നോ എന്ന് അവരിങ്ങനെ ശങ്കിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരുഹൃദയത്തിന് മുറിവേറ്റോ എന്നുള്ള ശങ്കയും അവർക്കുണ്ട്. കിളികൾ വേദനയോടെ, ഗുരവേ ഗുരവേ. ഒരു കിളി, താതാ. വിലാപത്തിൻ്റെ ഈണത്തിൽ കിളികൾ ഇതാവർത്തിക്കുന്നു. ഒരു കിളി, അമ്മയായത് എപ്പോഴെന്നറിയില്ലേ? കിളികൾ, അറിയാം. അവൻ കൂട്ടം തെറ്റിപ്പോയപ്പോൾ, തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ, സ്വർണ്ണച്ചിറക് സ്വയം മറുത്തെറിഞ്ഞപ്പോൾ. ഇപ്പോൾ പറയുകയാണ് അല്ലേ, നമ്മുടെ കൂടെയുള്ള ആളാണ് ഇപ്പോൾ കൂട്ടം തെറ്റിപ്പോയി, അവൻ ഉടമയായി മുതലാളിയെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടാവും. അവരെന്താ ചെയ്യുന്നത്? അവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്.
കൂട്ടം തെറ്റിപ്പോയപ്പോൾ തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ തിളങ്ങുന്ന പണം കണ്ടപ്പോഴാണ് പോയത്. സ്വർണ്ണച്ചിറക് സ്വയം മറുത്തെറിഞ്ഞപ്പോൾ, സ്വർണ്ണച്ചിറക് എന്ന് പറയുന്നത് എന്താണ്? ഈ പക്ഷികൾക്കുണ്ടാകുന്ന അവരുടെ സൗഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ നന്മയുടെ ആ ചിറക് അറുത്തെറിഞ്ഞുകൊണ്ടാണ് പോയത് എന്നാണ് പറയുന്നത്. അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് പോയത്. ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി അവൻ തള്ളിപ്പറഞ്ഞു, ചങ്ങലിക്കെടാൻ ഉത്തരവായി കിളികൾ. ഗുരു ശപിച്ചു കിളികൾ. ആ പ്രതികാരം തീർക്കാൻ കൂരുമ്പോയ അവൻ തക്കം പാർത്തു നടക്കുകയായിരുന്നു. പിറകിൽ ഒരു ഉയർന്ന സ്ഥലത്തിൽ ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ ദയനീയ വിലാപം കേൾക്കാം. എന്തു വേദന ഈ ജീവിതം, കാരണമില്ലാത്ത ദുഃഖം എനിക്കും എല്ലാവർക്കും. ഹോ, ഈ ദുഃഖത്തിന് അവസാനമില്ലേ? കിളികളെല്ലാം അത് കേട്ട് ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ടോടുന്നു. ദൂരെ നിന്ന് ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരനെ കണ്ട ഭാവം. കിളികൾ, അദ്ദേഹം ധ്യാനത്തിൽ. ഒരു കിളി അതാ മാറിൽ തറച്ചിരിക്കുന്നു കൂരമ്പ്. കിളികൾ, ശരീരമെല്ലാം കൂരമ്പ്. ഒരു കിളി, കൂരമ്പിൽ നിന്ന് ധ്യാനം. ഏതു ഭാരതയുദ്ധം തീർന്നു കാണാൻ? അപ്പോൾ കിളികൾ ഒന്നിച്ചു ചോദിക്കുകയാണ്, ഭീഷ്മർ, ഏതു ഭാരതയുദ്ധം തീർന്നു കാണാൻ അങ്ങ് തപമിരിക്കുന്നു? ഇവിടെ ഒറ്റ കക്ഷിയല്ലേയുള്ളൂ, കൗരവർ. മറ്റുള്ളവർ എന്നും വനത്തിൽ തന്നെയല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ കുട്ടികൾ? എന്താണ് മഹാഭാരതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മഹാഭാരതത്തിലെ എന്താണ് ഭീഷ്മ പിതാമഹൻ, അദ്ദേഹം യുദ്ധം തീർന്നു കണ്ടാൽ മാത്രമേ തൻ്റെ ജീവൻ വിട്ടൊഴുകുകയുള്ളൂ എന്നുള്ള ഒരു ശബ്ദം എടുത്തിരുന്നു. ശരശയിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം യുദ്ധം അവസാനിച്ച് കാണാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പക്ഷികൾ ചോദിക്കുന്നത്, ഏത് യുദ്ധം തീർന്നു കാണാനാണ് ഏത് ഭാരത യുദ്ധം തീർന്നു കാണാനാണ് അങ്ങയുടെ ധ്യാനം എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. ഇവിടെ ഭാരത യുദ്ധമാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ പരസ്പരം സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നിട്ട് പറയാണ്, തിന്മയുടെ ഒറ്റക്കക്ഷിയായ കൗരവരാണ് എന്നും ശക്തി പ്രാപിച്ചതും എന്നും അല്ലാത്തവർ വനവാസത്തിലാണെന്നും പറയുമ്പോൾ സത്യത്തെയും നന്മയെയും വനവാസത്തിലാക്കുന്ന സാമൂഹികമായിട്ടുള്ള ജീർണതയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഭീഷ്മർ അല്ലേ, എല്ലാവർക്കും അറിയാം, മഹാഭാരതത്തിലെ ശ്രദ്ധേയരായ ഒരു വ്യക്തികളിലൊന്നാണ് ഭീഷ്മർ അഥവാ ദേവവ്രതൻ എന്ന് പറയും. കുരുവംശത്തിലെ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും മകനാണ്. പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായിരുന്നു ഇദ്ദേഹം. ഭീഷ്മർക്ക് സ്വന്തം ഇച്ഛപ്രകാരമേ മരണം സംഭവിക്കൂ എന്ന വരം ലഭിച്ചിരുന്നു. സ്വന്തം പിതാവിന് വേണ്ടി മരണം വരെ ബ്രഹ്മചര്യമനുഷ്ഠിച്ച ആൾ കൂടിയാണ് ഭീഷ്മർ എന്നുകൂടി മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഈ പക്ഷിശാസ്ത്രജ്ഞനെ ഒരു ഭീഷ്മരായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു കിളി പറയുകയാണ്, ധ്യാനത്തിൽ വിലപിക്കുന്ന ഗുരുവിനെ തൊട്ടുണ്ടെത്താം. കിളികൾ, അതെ, ആ കൂരമ്പുകൾ നമുക്ക് വലിച്ചൂരാം. സാവകാശം അകത്തേക്ക് പോകുന്നു. അല്പം കഴിഞ്ഞ് ദേഹം മുഴുവൻ കൂരമ്പ് തറച്ച പക്ഷിശാസ്ത്രക്കാരനെ എല്ലാവരും കൂടി താങ്ങിക്കൊണ്ടുവരുന്നു. പക്ഷിശാസ്ത്രക്കാരൻ എവിടെയോ വേദനിക്കുന്നു. കൂട്ടം തെറ്റിയവനെ കാണാത്ത ദുഃഖം. കണ്ടോ, ഇപ്പോഴും അദ്ദേഹം എന്താണ് തന്നെ മുറിവേൽപ്പിച്ചത് കൂട്ടം തെറ്റിപ്പോയ മുതലാളിയായി മാറിയ പക്ഷിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹത്തിന് എന്താണ് വേദനയാണിപ്പോൾ. ആരെ തന്നെ ആക്രമിച്ചവനെ കാണാത്തതിലുള്ള ദുഃഖമാണ് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ഗാന്ധിയൻ ആദർശം അല്ലെങ്കിൽ അല്ലേ തെറ്റിനെയൊക്കെ എന്താണ് എത്ര തെറ്റ് ചെയ്താലും വേദനിപ്പിച്ചാലും അതൊക്കെ എന്താണ് അല്ലേ മറക്കുകയും നന്മ വരുത്തട്ടെ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ പക്ഷിശാസ്ത്രജ്ഞൻ. അതുകൊണ്ടാണ് പറയുന്നത്, കൂട്ടം തെറ്റിയവനെ കാണാത്ത ദുഃഖം. കിളികൾ, ആ വേദന ഞങ്ങളും പങ്കിടട്ടെ. ഒരു കിളി, ഈ കൂരം പെയ്ത കാട്ടാളനാണവൻ അല്ലേ, അവനൊരു കാട്ടാളനാണ്. കിളികൾ, നമുക്കവനെ കൊത്തിത്തിന്നാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷിസാ, വേണ്ട, അവൻ നിങ്ങളിൽ ഒരുവൻ, സ്വയം ചിറക് അറുത്തെറിഞ്ഞവനാണവൻ, പാടത്തിനുടമയായവൻ. കിളികൾ, പാടത്തിനുടമ നമ്മുടെ കൂട്ടുകാരനോ? പക്ഷിസാ, അതെ, നിങ്ങളുടെ ചിറകരിയാൻ തക്കം പാർത്തു കഴിയുന്നവൻ. ഒരു കിളി, അവൻ അങ്ങയെ ഈ കൂരമ്പുകൾ ഇത് മുറിച്ചു. ഇനി ആർക്കും പുതിയ ചിറകുകൾ നൽകാനാവില്ലല്ലോ. കിളികൾ, നമുക്ക് ഈ കൂരമ്പുകൾ ഊരാം. പക്ഷിശാസ്ത്രക്കാരനെ ഉയർന്ന തലത്തിലിരുത്തി എല്ലാവരും ചുറ്റും നിന്ന് കൂരമ്പുകൾ ഊരുന്നു. അല്പം കഴിഞ്ഞ് തല നിവർന്ന് അമ്പരന്ന് പരസ്പരം നോക്കുന്നു. ഇപ്പോൾ കഴുത്തു മുതൽ കീഴോട്ട് വീതിയുള്ള ചുവന്ന വര കാണാം അവരുടെ വയറ്റിൽ. ഒരു കിളി മറ്റുള്ളവയെ നോക്കി, നിന്റെ ചിറകിനുള്ളിൽ ചുവന്നല്ലോ, മിനുമിനുത്ത അടിവയർ ചുവന്നല്ലോ. ഓരോരുത്തരും മറ്റുള്ളവരെ ഇങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞു. കിളികൾ, വെള്ളപ്പൂക്കൾ ചുവന്നേ, വെള്ളത്തൂവൽ ചുവന്നേ, വെള്ളപ്രാവ് കരഞ്ഞേ, വിണ്ണിൻ കഴുകനുണർന്നേ. അപ്പോൾ അപകടകരമായൊരവസ്ഥ വരാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് അല്ലേ ചോക്കുക എന്ന് പറയുന്നത്.
വെള്ളം നിറം പോയി ചുവക്ക് വരുമ്പോൾ എന്താണ്? സമാധാനത്തിൻ്റെ കാലം പോയിട്ട് അല്ലേ അസ്വസ്ഥതയുടെ കാലം വരാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന നമുക്കവിടെ വായിക്കാം. അപ്പോൾ പക്ഷിശാസ്ത്രം പറയുകയാണ്, ആ ശരങ്ങൾ കൊണ്ട് ഇവിടെ ഒരു ശയ്യൊരുക്കൂ, ഞാൻ വിശ്രമിക്കട്ടെ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഭീഷ്മർ അവസാനം ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ് അല്ലേ അദ്ദേഹം എന്താണ് സ്വച്ഛന്ത മൃത്യു അല്ലെങ്കിൽ മരണം വരിക്കാൻ വേണ്ടി കിടന്നത്. അത് എപ്പോഴാണ്? മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം മരിക്കൂ എന്നുള്ള ഒരു ശബ്ദമുണ്ടായിരുന്നു. കിളികൾ ശരശയ്യൊരുക്കുന്നു, പക്ഷിശാസ്ത്രക്കാരൻ അതിൽ ശയിക്കുന്നു, കിളികൾ ദയനീയമായി വിലപിക്കുന്നു, നിമിഷങ്ങൾക്കകം ഉടമ ജീവരക്ഷാർത്ഥം ഓടിയെത്തുന്നു, കിളികളുടെ ചിറകിനുള്ളിൽ അഭയം തേടുന്നു. അപ്പോൾ ആ ഉടമ ആ ഗുരുവിനെ ആക്രമിച്ച ആ കിളിയുണ്ടല്ലോ, അത് ഉടനെ തന്നെ ഭയന്നുകൊണ്ട് ഓടി വരികയാണ് തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക്, ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയാണ്, ഉടമ പറയാണ്, കൂട്ടരേ, എൻ്റെ തോട്ടത്തിലും പൂക്കൾ ചുവന്നു. ഭയന്ന് എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുറിച്ചു നോക്കുന്നു, എനിക്ക് പേടിയാകുന്നു. ഉടമ പറയുകയാണ് കൂട്ടുകാരോട്, എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സ്ഥലത്തും വലിയൊരു ആപത്ത് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അസ്വസ്ഥത വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ മുതലാളിയായി മാറിയിട്ടുള്ള ഈ കൂട്ടുകാരൻ വരികയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കൂട്ടുകാരൻ്റെ കൃഷിയിടങ്ങളിലും ഇത്തരത്തിലുള്ള പല അനർത്ഥങ്ങൾ വരാൻ പോവുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ തൊഴിലാളികളായിരിക്കാം, അവർ ചിലപ്പോൾ പ്രക്ഷോഭം ഉണ്ടാക്കുന്നതായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു തലത്തിലേക്ക് നമുക്ക് വായിച്ചെടുക്കാമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ രക്ഷ തേടി തൻ്റെ കൂട്ടുകാരടുത്ത് വന്നിരിക്കുകയാണ് ഉടമ എന്ന് പറയുന്ന ആ ചിറക് അരിഞ്ഞ കിളി. ഒരു കിളി വാത്സല്യപൂർവ്വം, ഇണക്കുരുവി വരൂ നമുക്ക് പറക്കാം. അപ്പോൾ ഉടമ പറയുകയാണ്, എനിക്ക് ചിറകില്ലല്ലോ, ഞാൻ തന്നെ അവ അറുത്ത് എറിഞ്ഞില്ലേ, ഉടമയാകാൻ കൂരമ്പേന്താൻ വിലപിക്കുകയാണ്. എൻ്റെ ചിറക് ഞാൻ തന്നെ അറുത്തെറിഞ്ഞതാണല്ലോ, എനിക്ക് ഉടമയാകാൻ വേണ്ടി അല്ലെങ്കിൽ കൂരമ്പേന്താൻ വേണ്ടിയിട്ട്. കിളികൾ പറയുകയാണ്, നിനക്ക് ചിറകുകൾ ഞങ്ങൾ തരാം, സ്വർണ്ണച്ചിറകുകൾ, സ്വപ്നങ്ങൾ വരൂ, നിനക്ക് ഞങ്ങൾ സ്വപ്നം നൽകാം അല്ലേ, നന്മ നൽകാം എന്നൊക്കെയാണ് പറയുന്നത് ഉടമ. പ്രതീക്ഷയും ആഹ്ലാദവും മൂലം ചുറ്റും നോക്കി വീണ്ടും പൂക്കൾ വെളുത്തത് കണ്ട്, ചുവന്ന പൂക്കൾ വെളുക്കുന്നു, എല്ലാം പളുങ്ക് പോലെ വെളുത്ത പൂക്കൾ. കൂട്ടരെ, എനിക്കെൻ്റെ സ്വർണ്ണച്ചിറക് തരൂ, നമുക്ക് പറക്കാം. കൂട്ടുകാരെ, ഇവിടെ നമ്മുടെ നാടകം അവസാനിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ശുഭപര്യാവസ്ഥയായിട്ടുള്ള ഒരു നാടകമാണ് അല്ലേ. എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തോടെ ഈ ലോകത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹിക്കുകയും അർഹതപ്പെട്ടതെല്ലാം പങ്കുവെക്കുകയും ചെയ്താലേ സമത്വസുന്ദരമായ ലോകം പണിയാനാവൂ എന്ന മഹത്തായ സന്ദേശമാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റവും ചൂഷണവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നു. ഭൗതിക നേട്ടങ്ങൾക്കായി സ്വന്തം സഹജീവികളെയും പ്രകൃതിയെയും ഒറ്റുകൊടുക്കുന്നതും നശിപ്പിക്കുന്നതും നമ്മൾ ഉടമ എന്ന കഥാപാത്രത്തിലൂടെ കാണുന്നു. പ്രതികാരം ചെയ്യാൻ അവസരമുണ്ടായിട്ടും സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും പാത തിരഞ്ഞെടുക്കുന്ന പക്ഷിശാസ്ത്രക്കാരൻ നമുക്ക് നൽകുന്ന മാതൃക വലുതാണ്. തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുമ്പോൾ സ്നേഹത്തിലൂടെയും കാരുണ്യത്തിലൂടെയും വീണ്ടെടുപ്പിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്നുള്ളതും ഈ നാടകം നമുക്ക് മുന്നിൽ നൽകുന്ന മറ്റൊരു പാഠമാണ്. കുട്ടികളെ, നമുക്ക് ഈ പാഠത്തിൻ്റെ പേര് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആരാ ഈ പക്ഷിക്കുഞ്ഞെന്നൊരു സംശയം ഉണ്ടാവും. ഈ പക്ഷിക്കുഞ്ഞ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയ ഉടമയായി തീർന്ന പക്ഷിയാണ് പക്ഷിക്കുഞ്ഞ്. ആ ഉടമ എന്ന നിലയിലുള്ള മരണമാണ് ഇവിടെ പക്ഷിക്കുഞ്ഞിൻ്റെ മരണമെന്ന് പറയുന്നത്. തിന്മയും സ്വാർത്ഥതയൊക്കെ വെടിഞ്ഞ് നന്മയിലേക്ക് വരുന്ന ഒരു പുതിയ രണ്ടാം ജന്മമാണ് പക്ഷിക്കുഞ്ഞിനെ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്നത്? തിന്മയുടെ സ്വാർത്ഥതയുടെ മരണമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കാലിക പ്രസക്തിയുള്ള വളരെ അർത്ഥതലങ്ങളിലുള്ള ഒരു നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്നത്. കുട്ടികൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് ക്ലാസ്സിൽ നാടകരൂപത്തിൽ അവതരിപ്പിക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ നാടകങ്ങൾ എഴുതി നോക്കുകയും ചെയ്യാം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് കുറച്ച് ദീർഘിച്ചു പോയി അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.